ഹായ്! ഇപ്പോൾ ഇന്നൊരു 4 മണി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചിക്കനാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ റോൾ എന്നൊക്കെ വിളിക്കാം, ഒരു ഓമന പേര് പോലെ. അതിനായിട്ട് മുളക് പൊടി ഇടണം, പിന്നെ കുറച്ച് മതി കേട്ടോ, 1 സ്പൂൺ മതി എന്ന് വെച്ചാൽ കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ. മല്ലിപ്പൊടി, ഇച്ചിരി മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, നല്ലപോലെ പുരട്ടി കുറച്ച് നേരം പുരട്ടി വെക്കണം. പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അപ്പോൾ എല്ലാ അരപ്പും കൂടി പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ലപോലെ പുരട്ടണം. ഇതെന്ന് വെച്ചാൽ ഒന്നുകിൽ ബോൺലെസ് ചിക്കൻ മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ എനിക്കിവിടെ എല്ലുള്ള ചിക്കനായിരുന്നു ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കി ചിക്കൻ ഞാൻ കട്ട് ചെയ്ത് എല്ലെല്ലാം മാറ്റി മാംസം മാത്രം ആക്കിയേക്കുന്നതാണിത്. അത് നല്ലപോലെ ഇങ്ങനെ പുരട്ടി നമ്മൾ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് റെഫ്രിജറേറ്ററിൽ വെച്ചിരുന്നാൽ ആ അരപ്പെല്ലാം അങ്ങ് പിടിച്ച് സെറ്റാവും. എന്നിട്ട് നമുക്കിനിയിപ്പോൾ ചിക്കൻ ഞാൻ അങ്ങനെ അരപ്പ് പുരട്ടിയത് എടുത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തു. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ആ എണ്ണയിൽ തന്നെ, ആ എണ്ണ കുറച്ച് മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി, ഇച്ചിരി ഒരു നുള്ള് എന്ന് വെച്ചാൽ ഒരു 2-3 കുഞ്ഞിഞ്ചിയും, ഇഞ്ചിയും, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും മാത്രം മതി. അതിലിച്ചിരി ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇടുമ്പോൾ ഒരു ഫ്ലേവർ കിട്ടും. അതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി ഇച്ചിരി സോസും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇച്ചിരി കൂടി പ്രത്യേക ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോസും കൂടിയിട്ട് നല്ലപോലെ അത് വരട്ടി മിക്സ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നല്ലപോലെ ഇളക്കിയിട്ട് ഫുള്ളങ്ങ് കുക്ക്ഡ് ആവണ്ട, ഒരു ഹാഫ് കുക്ക്ഡ് ആവണം. എന്നിട്ട് നമ്മൾ ചിക്കൻ എന്ത് ചെയ്യണം, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ സ്മോൾ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കണം. ഇത് മിക്സിയിലിട്ട് അടിച്ചാലങ്ങ് ഇത് പൊടിഞ്ഞു. അപ്പോൾ ഇതാകുമ്പോൾ അരിഞ്ഞെടുക്കുന്നതാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ഒന്ന് കടിക്കാൻ കിട്ടും. അപ്പോൾ അതും എന്ത് ചെയ്ത് അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അതും ഈ നമ്മൾ സവോളയും പച്ചമുളകൊക്കെ വഴറ്റിയതിൽ അതും കൂടി ഇട്ടിട്ട് കുറച്ച് സോസും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. നല്ലപോലെ ഇളക്കി അത് മസാലയെല്ലാം കൂടി യോജിച്ച് ആ ചിക്കനിൽ പിടിക്കണം. അത് നല്ലപോലെ യോജിച്ച്, അപ്പോൾ അത് ഇച്ചിരി ചീസും കൂടി അതിൻ്റെ മണ്ടയിൽ ഇച്ചിരി ചീസും കൂടി ഇടുമ്പം ഒരു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമല്ലോ ചീസ് ഇടുന്നത്. കുറച്ച് ചീസ് മതി കേട്ടോ, ഒരു ചീസ് ഫുള്ളും വേണ്ട, ഒരു ഇച്ചിരി ചീസ് മതി. എന്നിട്ട് ഞാൻ ഇവിടെ മൈദ മാവ് വെച്ചിട്ട് നമ്മളൊരു പുറത്തിങ്ങനെ വയ്ക്കാൻ ഫില്ലിങ് ആണ് നമ്മൾ തയ്യാറാക്കിയത്. അതിൻ്റെ ഒരു ദോശ പോലെ മൈദ മാവ് വെച്ചിട്ട് നല്ല പാടായിരുന്നു ആദ്യമേ ഇളക്കാൻ. ഇച്ചിരി എണ്ണ തടവിയിട്ട് ഉണ്ടാക്കിയാൽ നല്ല ഈസി ആയിരിക്കും. അപ്പം മൈദയുടെ ദോശയാണ്. ദോശ ചുട്ടെടുക്കും, അട പോലെ ചുട്ടിങ്ങനെ എടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ ഈ മസാല വയ്ക്കാൻ പോണത്. അപ്പോൾ അതൊരു 3-4 ദോശ ഇങ്ങനെ ചുട്ടെടുത്ത് അത് ഈ കല്ലിൽ വെച്ച് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പം. ഇച്ചിരി മാവും കൂടി അതിലിങ്ങനെ വച്ച് ഒട്ടിക്കുമ്പം നല്ല ഫില്ലായിട്ടിരിക്കും. അങ്ങനെ നമുക്കിപ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ഈ മൈദയിലുണ്ടാക്കുമ്പോൾ. ഫില്ലിങ്സ് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഫില്ലിങ്സ് ഈ ദോശയിലോട്ട് വെച്ച് നല്ലപോലെ ഇങ്ങനെ മടക്കി സെറ്റാക്കി എന്താ പറയുക, ഒരു റോളിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കണം. എൻ്റെ ഒരു ഷേപ്പൊന്നും ആയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെ നോക്കുക, നല്ലതാണ് കേട്ടോ, ഇത് നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ മാവ് സൈഡിലൊക്കെ ഒന്ന് ഒട്ടിച്ച് നല്ലപോലെ സെറ്റാക്കി വയ്ക്കണം. കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് ഫില്ലിങ് മതി കേട്ടോ, തോനെയാവണ്ട. എന്ന് വെച്ചാൽ നമ്മൾ വലിയ ദോശയല്ലല്ലോ, കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് നല്ലപോലെ ഒട്ടിച്ച് നല്ലൊരു റോളാക്കി മടക്കി ഇങ്ങനെ എടുക്കണം. മടക്കി എടുത്തിട്ട് അതുപോലെ ഒരു 3-4 എണ്ണം കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് റോൾ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ വേണം റോൾ ചെയ്ത് വരുമ്പം ഇതേപോലെ ഇരിക്കണം. അങ്ങനെ ഞാൻ സെക്കൻഡിലോട്ട് ഇതൊക്കെ ഇട്ടിട്ട് അതും നല്ലപോലെ ഒന്ന് റോൾ ചെയ്ത് ഈ മൈദയുടെ വശം ഇച്ചിരി പശ പോലെ മൈദ തേക്കുമ്പം അത് നല്ലപോലെ ഒട്ടും കേട്ടോ. ഒട്ടിയിട്ട് അതും ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ റോൾ ചെയ്ത് നമ്മൾ മാറ്റി ഒരു 3-4 വയ്ക്കണം അടുത്ത്. നമുക്ക് എത്രയാണോ മാവ് അനുസരിച്ച് ആവശ്യത്തിനുള്ള മാവ് കുറച്ച് മതിയല്ലോ, അതെടുത്ത് അങ്ങോട്ട് വയ്ക്കുക. എന്നിട്ട് നമുക്കിനി ഒരു മുട്ട വേണം, ബ്രെഡ് ക്രംസും വേണം. മുട്ടയിൽ നല്ലപോലെ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും കൂടി പുരട്ടിയെടുക്കുമ്പം അതിൻ്റെ എല്ലാം കൂടി പിടിപ്പിച്ച് നമുക്ക് നോക്കുമ്പോൾ ഒരു റോളിൻ്റെയൊക്കെ ഒരു ഷേപ്പും ഒരു ടെക്സ്ചറും ഒക്കെ ആണെന്ന് നമുക്ക് തോന്നും. നല്ല അകത്തെ ഫില്ല് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പുറത്തുള്ള ക്രംസും എല്ലാം കൂടി മൊരിഞ്ഞ് വരുമ്പോൾ ഇത് ചെറുതായിട്ടത് മൊരിഞ്ഞ് മതി. അങ്ങനെ ഞാൻ 5 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതുപോലെ മുട്ടയിൽ മുക്കി നല്ലപോലെ ഇതിൽ ബ്രെഡ് ക്രംസിലിട്ടിട്ട് എണ്ണയിൽ, ഞാൻ ഇവിടെ സൂര്യ എണ്ണയാണ് എടുത്തേക്കുന്നത്, ആ സൺഫ്ലവർ ഓയിൽ, അതിലിട്ട് തിരിച്ചും മറിച്ചും ഞാനിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റോളാണ്.